ഇന്ന് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ടോപ്പിനും ഫ്രോക്കിനൊക്കെ എങ്ങനെയാണ് പോക്കറ്റ് വെക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പോക്കറ്റാണ് വേണ്ടതെങ്കിൽ 2 പീസ് തുണിയും 2 സൈഡിലും പോക്കറ്റ് വേണമെങ്കിൽ 4 പീസ് തുണിയും എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മുടെ കൈ കയറുന്ന അളവിൽ പോക്കറ്റ് വരാൻ വേണ്ടിയിട്ട് കൈ വെച്ച് അതിന് ചുറ്റും അതിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം. വരച്ച ഷേപ്പിൽ നിന്ന് 1/2 മീറ്റർ തയ്യൽ തുമ്പ് കൂടെ വിട്ടിട്ടാണ് ഞാൻ വെട്ടിയെടുത്തത്. ആദ്യം ഞാൻ ഒരു പോക്കറ്റ് വെക്കാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് 2 സൈഡും പോക്കറ്റ് വരാൻ വേണ്ടിയിട്ട് 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ടോപ്പിൻ്റെ 2 പീസും വെച്ച് രണ്ടായിട്ട് മടക്കി പോക്കറ്റ് വരേണ്ട ഭാഗം മാർക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ എൻ്റെ വേസ്റ്റ് അളവിൽ നിന്നാണ് പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പൊക്കത്തുനിന്ന് താഴത്തേക്ക് 19 ഇഞ്ചാണ് ഞാൻ എടുക്കുന്ന. 19 ഇഞ്ച് ഓരോ പീസിലും മാർക്ക് ചെയ്ത് അവിടെയാണ് ഞാൻ ഈ 4 പീസും അറ്റാച്ച് ചെയ്യുന്നത്. 4 പീസും മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഡയറക്ഷനിൽ നമ്മളൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 2 തുണിയുടെയും നല്ല വശത്ത് തന്നെ വേണം ഈ 4 പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. തയ്ച്ച് കഴിഞ്ഞ് 2 പീസും ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. 4 പീസും തയ്ച്ച് കഴിഞ്ഞിട്ട് പോക്കറ്റിൻ്റെ പീസുകൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പുറത്തേക്ക് ഇട്ടിട്ട് അടുത്ത വശം നല്ല വശം ചേർത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. സ്റ്റിച്ച് വരേണ്ട ഭാഗം ഞാനിവിടെ കൈവച്ച് ഒന്ന് ഓടിച്ച് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോക്കറ്റിൻ്റെ 2 പീസുകളും തയ്ക്കാൻ നേരം തെന്നി മാറാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പിന്ന് വെച്ച് സെക്യൂർ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പോക്കറ്റിനോട് കൂടെ ചേർത്ത് നമ്മളൊന്ന് ഷേപ്പ് തയ്ച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് തയ്ച്ചാൽ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള പോക്കറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി പോക്കറ്റ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.